അങ്ങനെ രാവിലത്തെ ചായ കുടിയും പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഉച്ചക്കത്തേക്കുള്ളതാണ്. ഞമ്മക്ക് ഇത് തന്നെയാണല്ലേ പണി. ഉച്ച, രാവിലെ, രാത്രി എന്ന് പറഞ്ഞ മാതിരി വെച്ചുണ്ടാക്കുക, കഴുകുക, മോറുക ഇതന്നെ അല്ലേ. എന്തായാലും ഞാൻ ചോറും കറിയൊക്കെ ആക്കുകയാണ് കേട്ടോ. തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാരറ്റും പയറും കൂടെ അതും ഒന്ന് ഉപ്പേരി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെണ്ടക്ക തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മീനും കൂടെ മുളകിട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് എന്താണ് ഇത്രത്തോനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ചേട്ടനുണ്ട് കേട്ടോ ഒരു പണിക്ക്. നമ്മളെ മുറ്റം വൃത്തിയാക്കുന്നുണ്ട്, ചെത്തി വൃത്തിയാക്കുന്നുണ്ട്. നമ്മളും കുറേ ചെത്തി മടുത്തതാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് ചുറ്റുംപുറം മൊത്തം നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടനെ വിളിച്ചതാണ് കേട്ടോ. ഓരോ കൂടെ നമ്മളും കൂടെ അങ്ങോട്ട് കൂടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ പകുതി ഭാഗം എത്തിയിട്ടുണ്ട്. ഉച്ചയായപ്പോൾ ദാട്ടോ ഓർക്കുള്ള ചോറൊക്കെ കൊടുത്ത് ഞാനും ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പുരേൻ്റെ ഉള്ളത്തെ പണികളൊക്കെ അങ്ങോട്ട് തീർത്തിട്ട് ഞാനും ഇങ്ങോട്ട് ഇറങ്ങീനി കേട്ടോ. ഇനി ആ ഒരു വിറക് വെക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വിറകൊക്കെ ഇപ്പുറത്തേക്ക് അടക്കിയിട്ട് അവിടുന്ന് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ആ ഒരു പണി ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നാസിമോനും മിന്നൂസും ഇതാട്ടോ ഇവിടെ ഓരെക്കൊണ്ട് കഴിയണ പണിയൊക്കെ ഓരും ഇവിടെ കളിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട്. ഓർക്ക് അതൊരു കളി, ഞമ്മക്കിതൊരു പണി. അങ്ങനെ ഇതാട്ടോ ഞാൻ ആ ഭാഗത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പറിക്കുന്നുണ്ട്. മുറ്റം കണ്ടാൽ വിചാരിക്കും, ഇൻ്റെ എടുക്കൽ കണ്ടാലും വിചാരിക്കും ഞാനാണ് ഇത് മൊത്തം വൃത്തിയാക്കിയെന്ന്. അല്ല കേട്ടോ, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയും പോലെ ഓരോരോ ഭാഗത്തുനിന്ന് അങ്ങനെ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് വിറക് അവിടെ വെച്ച് ബാക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചളിയും കൂടെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചെത്തി കോരാൻ ഇങ്ങോട്ട് പറ്റണില്ല കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. മുറ്റം ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു 2 ദിവസം കൊണ്ട് വീണ്ടും പുല്ല് മുളയ്ക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ അടുത്ത വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ മുറ്റടിക്കലും നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ആ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു 7 മണി 7:30 ഒക്കെ ആയിട്ടുണ്ട്. പണി എടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു ചെറിയ ചെറിയ പണി അവിടെ ഇവിടെയൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചായ അങ്ങോട്ട് വൈകുന്നേരത്തെ ആ ഒരു ചായ കിട്ടായിട്ടേ എന്തോ ഒരു ഇടങ്ങാറ് കേട്ടോ. അപ്പോൾ വേഗം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയതാ ഞങ്ങളത് കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നാസിമോന് മരുന്നൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഓനക്ക് ചെറിയൊരു ചുമയും ചെറിയൊരു ജലദോഷപ്പനിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഓനിപ്പം കുറച്ച് ദിവസം മുന്നേ തന്നെ കാണിച്ച മരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓനിക്കുള്ള മരുന്നൊക്കെ ഒന്ന് കയ്യോടെ വേഗം അങ്ങോട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇക്കയും കൂടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളെ രണ്ടാളെയും എന്താ പറയുക നിഗമനങ്ങൾ നോക്കുകയാണ് കേട്ടോ. മുറ്റത്തിനെ കുറിച്ചിട്ടാണ്. മൊത്തത്തിലൊന്ന് വൃത്തിയായി കണ്ടപ്പോഴേ എന്തോ ഒരു സന്തോഷം കേട്ടോ. വീടിനൊക്കെ ഒരു ഐശ്വര്യമൊക്കെ അങ്ങോട്ട് വന്ന പോലെ. അപ്പം ആ ഒരു സംസാരമാണ് കേട്ടോ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം വല്ല എന്താ പറയുക പണീൻ്റെ വിശദീകരണവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാട്ടോ. അവർ പള്ളിയിലൊക്കെ മൗലൂദൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് വയ്ക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ